ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ യാത്ര ഒരു പോർട്ട് കാണാനാണ്. ആ പോർട്ടിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ സിനിമയിൽ കൂടി കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ ടൈറ്റാനിക് കപ്പൽ ലാസ്റ്റ് വന്നു പോയ സ്റ്റോപ്പാണ്. അയർലൻഡിൽ വന്നിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ്. അതൊരു രസകരമായിരുന്നു. ഒരു ചെറിയൊരു ട്രെയിൻ, നമ്മുടെ നാട്ടിലെ പോലെയല്ല. പിന്നെ കോമൺ ആയിട്ടുള്ളത് ട്രെയിനിൻ്റെ സൗണ്ട് മാത്രമായിരുന്നു. അപ്പോൾ നിങ്ങളും കൂടിക്കോ ഞങ്ങളുടെ യാത്രാവിശേഷങ്ങളൊക്കെ അറിയാനായിട്ട്. മിഡിൽടണിൽ വന്നിട്ടാണ് ഞങ്ങൾ ട്രെയിൻ കയറിയത്. അങ്ങനെ 2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങണമായിരുന്നു. പക്ഷേ അവിടെ വാതിലിൻ്റെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് തനിയെ ഓപ്പൺ ആവുമെന്ന്. പക്ഷേ അവിടെ ഒരു സ്വിച്ച് ഉണ്ടായിരുന്നേ, അത് പ്രസ് ചെയ്യാത്ത കാരണം ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ വേറൊരു സ്റ്റോപ്പ് ഇറങ്ങിയിട്ടാണ് അടുത്ത ട്രെയിൻ പിടിച്ചത്. പിന്നെ സ്റ്റേഷനിൽ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്തപ്പോൾ അടുത്ത ട്രെയിൻ ഉടനെ വന്നായിരുന്നു. അങ്ങനെ അതിൽ കയറി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് കോബാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസ് അതാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരു വലിയൊരു ക്രൂയിസ് ഷിപ്പ് കാണാൻ പറ്റി. ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്രയും വലിയൊരു ഷിപ്പ് കാണുന്നത്. ഈ വീഡിയോ കണ്ടില്ലേ, എവിടെ നിന്ന് തുടങ്ങിയതാണെന്ന് നോക്കി, ഇത്രയും വലിയൊരു ഷിപ്പാണത്. നാട്ടിലെ ലുലു മോൾ കാണുന്നത് പോലെയാണ് എനിക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ തോന്നുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗൈസ്? ട്രെയിൻ ഇറങ്ങി പിന്നെ ഞങ്ങൾ ഷിപ്പ് കിടക്കുന്ന സ്ഥലത്തേക്കാണ് പോയത്. അവിടെ ചെന്ന് കുറച്ച് നേരം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പതുക്കെ നടന്നു. ഭയങ്കര കാറ്റായിരുന്നു അന്ന്, ഒരു രക്ഷയില്ലായിരുന്നു. ഇന്ന് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഷിപ്പ് കാണാൻ പറ്റിയില്ലെങ്കിൽ ഇതൊന്നും മിസ്സായി പോയേനെ. അതുകൊണ്ട് ഇത്രയും വലിയൊരു ക്രൂയിസ് ഷിപ്പ് ഞങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റി. അടിപൊളിയാണ് കേട്ടോ. ഈ ഫോണിൽ കാണുന്ന പോലെയല്ലോ, നേരിട്ട് കാണുമ്പോഴത്തേക്ക് ഇത്രയും ഭീമാകാരമായൊരു ഷിപ്പ് ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു ത്രില്ലുണ്ട് ഞങ്ങൾക്ക്. കണ്ടില്ലേ, ഇതിലൊരു യാത്ര പറ്റുമെങ്കിൽ എപ്പോഴെങ്കിലും നടത്തണം. ടൈറ്റാനിക് ലാസ്റ്റ് പോർട്ട് ഓഫ് കോൾ എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്താണ് ടൈറ്റാനിക് കപ്പലിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ്. ഇവിടെ നിന്നാണ് പിന്നെ അറ്റ്ലാന്റിക്കിലോട്ട് പോയത്. ആ യാത്രയിലാണ് ആ ഒരു ട്രാജഡി സംഭവിച്ചത് 1912. അതിനുശേഷമാണ് ഈ സ്ഥലം ഇത്രയും ഫേമസ് ആയത്. ഇത് കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങളൊരു പാർക്കിലോട്ടാണ് പോയത്. ഇതിനടുത്ത് തൊട്ടടുത്ത് ചേർന്ന് തന്നെയാണ് ഈ പാർക്കുള്ളത്. ഒരു ചെറിയ പ്ലേ ഏരിയ അവിടെ ഉണ്ട്. അവിടെ കുട്ടികൾക്ക് കുറച്ച് സ്ലൈഡും കാര്യങ്ങളും പിന്നെ ഒരു റൈഡുണ്ട്. അതൊക്കെയാണ് അവിടെ ആദ്യം കാണുന്നത്. അന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അവിടെ കുറേ രാജ്യങ്ങളുടെ ഫ്ലാഗ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നമ്മുടെ ഫ്ലാഗും ഉണ്ടായിരുന്നു, ഇന്ത്യയുടെ ഫ്ലാഗ്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ അയർലൻഡിൻ്റെ ഫ്ലാഗും ഉണ്ട്. ഈ ഇന്ത്യയുടെ ഫ്ലാഗും അയർലൻഡിൻ്റെ ഫ്ലാഗും സെയിം ആണ് കേട്ടോ. 3 കളേഴ്സും സെയിം ആണ്. അത് കണ്ടില്ലേ, 2 ഫ്ലാഗ്. ഇതിനിടയ്ക്ക് ഈശക്കുട്ടി ഒന്ന് പിണങ്ങിയായിരുന്നു. അവൾക്കാണെങ്കിൽ ആ റൈഡിൽ കയറണമെന്നും പറഞ്ഞ് ഒരേ വാശിയായിരുന്നു. അന്നേരം ചാച്ചൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു അവർ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇങ്ങനത്തെ റൈഡൊക്കെ കാണുമ്പോൾ അവന്മാരെക്കാളും മുന്നിൽ ഇവളാ ചാടി നിൽക്കുന്നത്. എല്ലാത്തിലും ഇപ്പം കയറണമെന്ന് പറയുമ്പോൾ ഒരു പേടിയില്ല. എന്തായാലും 3 പേര് ഹാപ്പിയായി. ആകെ ആ ഒരു റൈഡേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവസാനമായപ്പോഴത്തേക്കും വിഷമോൾക്കൊന്നും പേടിയായി തുടങ്ങി. പിന്നെ നിർത്തി എടുത്തായിരുന്നു. അതാരെ ഫ്ലാഗ്? എൻ്റെ. വിച്ച് കൺട്രി? ഇന്ത്യ. ഇതോ? അയർലൻഡ്. അത് റെസ്ക്യൂ ഹോഴ്സസ് ആണ്. 5 യൂറോ കൊടുത്ത് അതിനെ തൊടാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അങ്ങനെ പൈസ കൊടുത്ത് തൊടണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അവിടുത്തെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളും കണ്ട് ഞങ്ങളിങ്ങനെ പതുക്കെ നടന്നു. ഇതാണ് കോബിലുള്ളൊരു വലിയ ചർച്ച്. സെൻറ്റ് കോൾമാൻസ് കത്തീഡ്രൽ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ പള്ളിയുടെ അടുത്തോട്ടൊന്നും പോയില്ലായിരുന്നു. ഇതിപ്പോൾ അടുത്താണെന്ന് തോന്നുമെങ്കിലും ഒത്തിരി ദൂരെയാണ് ആ പള്ളി ഇരിക്കുന്നത്.
അപ്പം അമ്മയ്ക്ക് കാലൊക്കെ വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ടൊന്നും നടന്ന് പോയിട്ടില്ലായിരുന്നു. ഇതാണ് ടൈറ്റാനിക് മ്യൂസിയം, ഹിസ്റ്ററി മ്യൂസിയം. കോബിലുള്ള അടുത്ത പ്രത്യേകതയാണ് ഈ കാണുന്നത്. ഓരോ വീടിനും ഓരോ കളറാണ്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? അങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്ക് നമ്മൾ ഐസ്ക്രീം വാന് കണ്ടായിരുന്നേ. അങ്ങനെ കുട്ടികൾക്ക് 2 ഐസ്ക്രീം മേടിച്ചു കൊടുത്ത് ഞങ്ങൾ പതുക്കെ നടന്നു. ഇതാണ് കോബിലെ ഹാർബർ. ഇവിടെ നിന്നാണ് സ്പൈക്ക് ഐലൻഡിലോട്ടുള്ള യാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് ടൂർ സർവീസൊക്കെ ഓരോ മാസത്തിലും ഓരോ ടൈം പീരീഡ് അവർ വച്ചിട്ടുണ്ട്. അത് ടൈറ്റാനിക് ഷിപ്പ് പോലെ തന്നെ ലുസിറ്റാനിയ എന്ന് പറയുന്നൊരു ഷിപ്പും അന്ന് 1915 ഇതുപോലൊരു അപകടം, ട്രാജഡി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു സർവൈവേഴ്സും വിക്ടിംസിൻ്റെയും മെമ്മോറിയലാണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് വിശന്ന് തുടങ്ങി. ഞങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡൊക്കെ എടുത്തു വെച്ച് അവിടെ ഇരുന്ന് കഴിച്ചു. അന്നേരം വാവച്ച് നല്ല ഉറക്കമായിപ്പോയി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ ഇരുന്ന പിള്ളേരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോസൊക്കെ എടുത്തിട്ട് പതുക്കെ വീണ്ടും ഞങ്ങൾ വന്ന സ്ഥലത്തോട്ട് തന്നെ നടന്നു. Thank you very much. That was one of my own songs called My Forever. It's on Spotify and it's on Amazon and all the music places if anyone wants to go have a listen there. ഞങ്ങൾ തിരികെ വന്നപ്പോഴേക്കും ഒരു മ്യൂസിക് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ബെഞ്ചിലിരുന്ന് ആ പാട്ടൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും കുറേ നേരം അവിടെ ഇരുന്നു. അന്നേരത്തേക്കും വാവ ഉണർന്നു. പിന്നെ അവൾക്കുള്ള ഫുഡും കൊടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു 3:30 മണിക്കായിരുന്നു പിന്നെ ട്രെയിൻ ടൈം കാണിച്ചത്. അപ്പോൾ ഞങ്ങൾ ടൈറ്റാനിക് മ്യൂസിയം ഒന്നും കാണാനൊന്നും കയറിയില്ല. പിന്നെ കോബ് ഹെറിറ്റേജ് സെൻറ്റർ ഉണ്ടായിരുന്നു. പിന്നെ ഹില്ലിൽ ഒരു മ്യൂസിയം ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അവിടെ ഒന്നും പോകില്ല. ജസ്റ്റ് ഈ പോർട്ട് മാത്രം വന്ന് കാണാനായിട്ട് വന്നതാണ്. ഇതുപോലെ ഒത്തിരി സ്ഥലങ്ങളിൽ നടന്നു പോയി കഴിഞ്ഞാലേ അമ്മയ്ക്കൊക്കെ നല്ല ശാരീരിക ബുദ്ധിമുട്ട് കാണും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെറിയ പരിപാടിയായിട്ടാണ് ഒതുക്കിയത്. നമ്മുടെ ഈ വീഡിയോയിൽ പ്രത്യേകിച്ചൊരു കണ്ടൻറ്റ് ഇല്ലെന്ന് എനിക്കറിയാം. എന്നാലും നമ്മുടെ ചാനൽ കൂടി ഈ വീഡിയോ ആരെങ്കിലും കാണാൻ ഇടയാവുകയാണെങ്കിൽ അവർക്കും നമ്മുടെ ഈ കൊച്ചു സ്ഥലം, അതായത് ഈ ഐലൻഡിലെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ അവർക്കും കാണാൻ കഴിയുമല്ലോ. അതാണ് ഇങ്ങനെ ഇട്ടത്. സോ ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങളെയും ഈ സ്ഥലമൊക്കെ ഇഷ്ടമായെങ്കിൽ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.